ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുറേ പേര് എന്നോട് സജസ്റ്റ് ചെയ്തായിരുന്നു, എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരു മെഹന്തി ഡിസൈൻ ബോട്ടിലിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, കുപ്പിയിൽ ചോന്ന് കിട്ടുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഇതിൽ മെഹന്തി ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു പീകോക്ക് ഡിസൈനാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിങ്ങിൻ്റെ മെഹന്തിയാണ് കേട്ടോ. ഈ സിങ്ങിൻ്റെ മെഹന്തി തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇതിന് നല്ലൊരു കളറ് കിട്ടാറുണ്ട് എല്ലാ പ്രാവശ്യവും ചെയ്യുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്ന സംഭവം ഈ സിങ്ങിൻ്റെ മെഹന്തിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കയ്യിൽ ഡിസൈൻ മായുമ്പോൾ ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മെഹന്തി ഇടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും എൻ്റെ കയ്യിൽ മായണ സമയം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തീരെ ഇടാതെ ആയത് സത്യം പറഞ്ഞാൽ. അന്നൊക്കെ ഞാൻ ഈ സിങ്ങിൻ്റെ മെഹന്തിയാണ് കൂടുതലും യൂസ് ചെയ്തിരുന്നത്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഞാൻ സ്വയമായിട്ട് ഈ മെഹന്തി കോൺ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഹന്തിയൊക്കെ ഉണ്ടാക്കിയ ശേഷം കോണിലേക്ക് ആക്കുമ്പോൾ കോണായിട്ട് ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്തിരുന്നത് മിൽമയുടെ പാൽ പാക്കറ്റില്ലേ, അത് കഴുകി വൃത്തിയാക്കിയിട്ട് ആ പാക്കറ്റാണ് ഞാൻ കോൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അന്നൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഈ കുറേ ഇങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ഈ മെഹന്തി നൈറ്റൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എപ്പോഴും രാത്രിയിൽ മെഹന്തി ഇടാനൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാൻ പോവാറുണ്ട്. അതൊക്കെ ഭയങ്കര ക്രേസുള്ളൊരു സമയമായിരുന്നു കേട്ടോ. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മെഹന്തി ഇടുക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ജോബ് ചെയ്തിരുന്ന സ്ഥലത്ത് ദുബായിലും ഇതുപോലെ കുറേ നോർത്ത് ഇന്ത്യൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ കർവാ ചൗത്ത് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവരുടെ കയ്യിൽ മെഹന്തി ഇടാറുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഡ്യൂട്ടിയാണ് മെഹന്തി ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. മെയിൻലി എനിക്ക് ഈ ഒരു സംഭവം മറ്റുള്ളവരുടെ കയ്യിലിട്ട് കൊടുത്ത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഈ കുപ്പിയിൽ ഇത് ചോന്ന് കിട്ടുമോ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ബീർ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. ആക്രിലിക് പെയിൻറ്റ് ഞാൻ അടിച്ചില്ല, കാരണം ആക്രിലിക് പെയിൻറ്റ് ചിലപ്പോൾ വെള്ളം തട്ടിയാൽ പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ചിലപ്പോൾ വാഷ് ചെയ്യേണ്ടി വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്താലും പോവില്ല. അപ്പോൾ ഇതാ വൈറ്റ് സ്പ്രേ പെയിൻറ്റിൻ്റെ ചെയ്തതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഇതാ മെഹന്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സ്ഥലത്ത് എൻ്റെ കൂടെ ഒരു ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പൂജ എന്ന് പറഞ്ഞിട്ട്. ആള് ഇത് ഒരു പഞ്ചാബി ലേഡിയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് എന്നോട് ഒരിക്കൽ ഞാനിങ്ങനെ മെഹന്തി ഇട്ട് കൊടുത്തപ്പം ആൾക്ക് കണ്ണിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം വരുമായിരുന്നു, ഭയങ്കര സന്തോഷം. ഇപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയണത് ആൾ ഫസ്റ്റ് ടൈം ഇടുകയാണ്. അപ്പോൾ ഇട്ട് കയ്യിൽ ഭയങ്കര കളർ വന്നു കഴിഞ്ഞപ്പം ആൾക്കത് എന്താ പറയുക, ആ ഒരു സന്തോഷം അടക്കാൻ പറ്റില്ല. അങ്ങനെ വന്നൊരു കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് അങ്ങനെ ആൾ കരഞ്ഞതൊന്നുമല്ല, ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആളിനെ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യും. അതുപോലെ ആൾക്ക് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് മെഹന്തി ഇട്ടിട്ട് അങ്ങനെ അത്രയും സന്തോഷിക്കുന്ന ഒരു വ്യക്തിനെ കാണുന്നത്. പിന്നെ അറിയാമല്ലോ, ദുബായിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ എന്താ പറയുക, ഈ അവരുടെ പെരുന്നാൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ശരിക്കും നല്ല പോലെ കുറേ പേര് വരാറുണ്ട് വീട്ടിൽ ഇട്ട് തരാനൊക്കെ. എൻ്റെ കൂടെയുള്ള കൊളീഗ്സും അവരുടെ കുട്ടികളും ഒക്കെ വരാറുണ്ട് കേട്ടോ ഇട്ട് തരാനൊക്കെ ആയിട്ട്. ശരിക്കും ഞാൻ എന്താ പറയുക, എൻജോയ് ചെയ്തിരുന്ന സമയങ്ങളാണ് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആ ആളുടെ മനസ്സ് നിറഞ്ഞൊരു സന്തോഷമില്ലേ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനു പറയുന്നു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളുണ്ടാവും, എൻ്റെ സ്റ്റുഡൻസ്, അവർക്ക് പോലും ഞങ്ങൾക്ക് ഈ ഈദിൻ്റെയും അതുപോലെ അങ്ങനെ റംസാൻ്റെയൊക്കെ സമയത്ത് എന്താ പറയുക, ഞങ്ങൾക്ക് കുറേ ഫ്രീ ടൈമുകളുണ്ടാവും മിക്കപ്പോഴും. അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ വരും ഇട്ട് തരാനൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അവരൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവരാ ഒരു ചിരി മുഖത്തെ കാണാൻ എന്തൊരു സന്തോഷമാണെന്നറിയോ, അത് മനസ്സ് നിറഞ്ഞു പോകും നമ്മുടെ പോലും. അങ്ങനെ അവരൊക്കെ സന്തോഷം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ UAE നാഷണൽ ഡേ ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റോള് പോലെയൊക്കെ കിട്ടിയിട്ട് അന്ന് നമുക്ക് മെഹന്തി ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ പാരൻസിനെ വിളിക്കും സ്കൂളിൽ. അപ്പോൾ ഈ പാരൻസും വരും ഇട്ട് തരാൻ വേണ്ടി. അപ്പോൾ പിന്നീട് അവർ ചോദിച്ചറിയാം അവിടുത്തെ ടീച്ചറാണ് എന്നൊക്കെ അറിയുമ്പം അവർക്കൊരു സന്തോഷമാണ്. എന്താ പറയുക, ടീച്ചേഴ്സും ഇങ്ങനെ എല്ലാത്തിലും ഇൻവോൾവ് ആണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരും ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ശരിക്കും അവരൊക്കെ ഒരു സന്തോഷം കാണാനും അതൊക്കെ ഒരു രസം. ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ അതൊക്കെ സത്യം പറഞ്ഞാൽ. ആ ഒരു UAE നാഷണൽ ഡേ അതൊക്കെ വരാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കും. കാരണം അന്നാണ് ഞങ്ങൾക്ക് ശരിക്കും അവരുടെ ആ ഒരു അറബിക് കൾച്ചറൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ആ സമയത്ത് ശരിക്കും നല്ലൊരു ദിവസങ്ങളാണ് അതൊക്കെ. 3-4 ദിവസത്തോളം നമുക്കിങ്ങനെ കുറേ പരിപാടികളുണ്ടായിരിക്കും. അറബിക് ഡാൻസുകൾ കാണാൻ പറ്റും. അതുപോലെ എന്താ പറയുക, ക്യാമലിനെ കൊണ്ടുവരും സ്കൂളിനകത്തേക്ക്. അതുപോലെ അവരുടെ ഫുഡുകൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഒക്കേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് ഈ മെഹന്തി ആർട്ടും കൂടെ അവർ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്ത് നോക്കുകയാണ്. നൈറ്റിലാണ് ഞാൻ മെഹന്തി ഇട്ടത്. ഇപ്പം രാവിലെ ഞാനതിങ്ങനെ എടുത്ത് നോക്കുകയാണ്. പണി പാളി കേട്ടോ. ഞാനതിങ്ങനെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ പെയിൻറ്റും അവിടെ നിന്ന് ഇളകി പോരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സൈഡിൽ നിർത്തിയിട്ട് വാഷ് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനൊരു പ്രിൻ്റാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന പോലത്തെ ഡാർക്ക് കളറൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ലൈറ്റ് ഇട്ടൊന്ന് പരീക്ഷിച്ച് നോക്കി. ലൈറ്റ് ഇട്ടിട്ടും അത്ര ഭംഗിയൊന്നും പറയാനില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.